ലോക്സഭയിലെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ഇന്നും തുടരും. ആദ്യ ദിനം 11 മണിക്കൂറാണ് ചർച്ച നീണ്ടത്. രാജ്യസഭയിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഏറ്റവും അവസാനം സംസാരിക്കും. പഹൽഗാം ആക്രമണം അറിഞ്ഞ് സൗദിയിൽ നിന്നും എത്തിയ പ്രധാനമന്ത്രി പോയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണെന്ന് ഷാഫി പറമ്പിൽ MP ചർച്ചയ്ക്കിടെ വിമർശിച്ചു. What did our PM did now? Coming back from Saudi Arabia, we didn't see any meeting in Delhi or any press briefing or any explanation to the parliament or any other places. He directly went to Bihar to attend an election rally. Sir, this is not patriotism. This is electionism that lead BJP's way. Sir, understand that we are not in queue to get our patriotism certificate signed by BJP or RSS. There have been attack against LOP also here, even in this house. Sir, he doesn't need patriotism lessons from Anurag Thakurji, or no Indian does. That would be a disgrace, I must say. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്നിപ്പോൾ ലോക്സഭയിലെ ചർച്ച തുടരും. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയും. അത് തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ഒപ്പം രാജ്യസഭയിലും ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. ജിൽസി, പുലർച്ചെ അർദ്ധരാത്രി 1 മണിയോടുകൂടിയാണ് ലോക്സഭയിൽ ചർച്ച അവസാനിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് 11 മണിക്ക് തുടങ്ങും എന്ന രീതിയിൽ തന്നെയായിരുന്നു സ്പീക്കർ ഓം ബിർള പറഞ്ഞിരുന്നത്. ഇത് ഏറ്റവും ഒടുവിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ വളരെയധികം വിമർശിച്ചത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നത്. കാര്യം, സൗദി അറേബ്യയിലായിരുന്നു ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് മോദി ഉണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് വന്നതിന് ശേഷം പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള യോഗങ്ങളിൽ വിളിച്ചു ചേർക്കും, അതിൽ പങ്കെടുക്കും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് പോയത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഒരു ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ BJP ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അനുരാഗ് താക്കൂർ തുടങ്ങിയ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് വേണ്ട എന്ന ഒരു ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഇരകളായവരും അല്ലെങ്കിൽ ഇരകളായവരുടെ ബന്ധുക്കളെ ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് BJP നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാജ്യസഭയിലെ MPമാർ അടക്കം സ്വീകരിച്ചിരുന്നത്. സോഫിയ ഖുറേഷി തുടങ്ങിയ സൈന്യത്തിൻ്റെ മേധാവികളെ ആണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ആക്ഷേപിച്ചത്. അതുകൊണ്ട് ഇതൊരിക്കലും ഈ BJPയുടെ രാജ്യസ്നേഹം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഈ നടന്ന ചർച്ചകൾക്കെല്ലാം ഒരു മറുപടിയായി ഏറ്റവും ഒടുവിൽ സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. അതേസമയം തന്നെ രാജ്യസഭയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ചർച്ച ആരംഭിക്കും. അമിത്ഷാ ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് രാജ്യസഭയിൽ നിന്നും കിട്ടുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.